എന്താ ഇവിടുത്തെ ഹൈപ്പ്? അതാണ് എനിക്കറിയാൻ പാടാത്തത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ കുബാബ മന്തിയിൽ കഴിക്കാൻ വേണ്ടി വന്നേക്കണേ. ഇതിന് മുന്നേ ഞങ്ങൾ പാർസൽ മേടിച്ച് കഴിച്ചായിരുന്നു. അത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇവിടെ വന്ന് കഴിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കഴിച്ചത് അൽ ഫസ്ലോഫ് എന്ന് പറഞ്ഞ ചിക്കനാണ് കഴിച്ചത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ബീഫ് കിട്ടുകയാണെങ്കിൽ അത് കഴിച്ച് നോക്കാമെന്ന് വിചാരിക്കണം. ഞങ്ങളിപ്പോൾ മറ്റേ തൃശ്ശൂരിൽ നിന്ന് തിരിച്ചു വന്നു കഴിയാണ്ട ടോക്കൺ എടുക്കണം. ഞങ്ങൾ ഹാഫ് ബീഫ് മന്തിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബീഫ് മന്തി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ വന്ന സാധനങ്ങളാണ്. കാഴ്ചയിൽ കൊള്ളാം. കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം. കഴിച്ചോടെ മന്തി റൈസ് ടേസ്റ്റ് ഉണ്ട്, നോർമൽ ടൈപ്പ്, പക്ഷെ രുചിയുണ്ട്. റൈസ് എക്സെപ്ഷണൽ ഒന്നും പറയാനില്ല, ഒരു നല്ലൊരു മന്തി റൈസ്. ബീഫ് നോക്കട്ടെ, കുറച്ചോളൂ. ഗുഡ്, കുറച്ചോളാട്ടോ. പെപ്പറി ആ ടേസ്റ്റ് കൊള്ളാം, നല്ല അടിപൊളിയുണ്ട്. ഇറച്ചി സൂപ്പറാണ്, ഒന്നും പറയാനില്ല. പക്ഷെ റൈസിന് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. നമ്മളിവിടെ എല്ലായിടത്തും കിട്ടുന്ന പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒരു എന്താ പറയുക, ഒരു നോർമൽ മന്തി റൈസ്. പൂ പോലെ ഇരിക്കുന്ന അരി അങ്ങനെയൊന്നുമില്ല, കട്ടിയുള്ള ടൈപ്പ് മന്തി റൈസില്ലേ, ആ സാധനം. എന്താ ഇവിടുത്തെ ഹൈപ്പ്? അതാണ് എനിക്കറിയാൻ പാടാത്തത്. ഇഷ്ടപ്പെട്ടു, ഇറച്ചി കൊള്ളാം, റൈസ് നല്ലതാണ്, പക്ഷെ എന്താ ഹൈപ്പെന്ന് എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞു. ഗുഡ് ഫുഡ് അത്ര എനിക്ക് തോന്നിയുള്ളൂ. ഹൈപ്പ് എനിക്ക് തോന്നുന്നത് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, ഫുൾ AC ആണ്, ഫാമിലിയായിട്ട് വരാൻ പറ്റിയ സ്ഥലം, അതായിരിക്കും ചിലപ്പോൾ ഹൈപ്പ്. അല്ലാതെ എക്സെപ്ഷണൽ റൈസോ അല്ലെങ്കിൽ വ്യത്യസ്തമായ റൈസോ അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇറച്ചി കൊള്ളാം, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കുറേ മന്തിക്കട നല്ല രീതിയിൽ കിട്ടുന്ന മന്തി പോലെ തന്നെ, അല്ലാതെ ഡിഫറൻ്റ് ആയിട്ടുള്ള മന്തിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ലൊരു ബീഫ് മന്തി. ഞാൻ അൽ ഫസ്ലോഫ് കഴിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഇറച്ചി മാത്രമേ ഞാൻ കഴിച്ചത്. റൈസ് ഇന്നാണ് ആദ്യമായിട്ട് കഴിക്കണം. അന്ന് ഞാൻ ഇറച്ചി മാത്രമായിട്ടാണ് സ്വിഗ്ഗിയിൽ മേടിച്ചത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ടേസ്റ്റ്. എവിടെയൊക്കെ എനിക്ക് പണ്ട് കിട്ടിയിരുന്ന നമ്മുടെ അൽ അഷ്റഫ് പോലത്തെ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയത്. അതേ ടേസ്റ്റ് അല്ല, പക്ഷെ അതുപോലത്തെ നല്ല എന്താ പറയുക, ഇങ്ങനെ നല്ല മസാല ഉള്ള രീതിയിലുള്ള സാധനം. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇന്ന് ആദ്യമായിട്ടാണ് ബീഫ് കഴിച്ച് നോക്കിയത്. ഇറച്ചി കൊള്ളാം. ഞാൻ പറഞ്ഞ റൈസ് കൊള്ളൂല എന്നുള്ളതല്ല, നമ്മുടെ ഇവിടെയൊക്കെ കൊച്ചിയിലും മറ്റുള്ള എല്ലാ നല്ല മന്തിക്കടകളിലും കിട്ടുന്ന പോലത്തെ റൈസ് തന്നെ. അതായത് എക്സെപ്ഷനലോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളോ അല്ലെങ്കിൽ പ്രീമിയം എന്താ പറയുക, മറ്റേ ഞാൻ മറ്റേ എന്തായാലും പറഞ്ഞത് പൂ പോലത്തെ അരി അങ്ങനെയൊന്നുമല്ല. ഗുഡ്. നിനക്കെന്ത് തോന്നി? എനിക്ക് മീറ്റ് ഇഷ്ടപ്പെട്ടു. മീറ്റ് എനിക്ക് ഇഷ്ടമായിരുന്നു. നല്ല ഫ്ലേവർ, അത്യാവശ്യത്തിന് ഉപ്പും മുളകും ഉപ്പും കുരുമുളകൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. റൈസ് ആസ് യൂഷ്വൽ മന്തി റൈസ് തന്നെ. അതാ പറഞ്ഞു. അപ്പം ഞങ്ങളെന്താ കഴിക്കട്ടെ. സാധനം നല്ലതാണ്, ടേസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ സാധനം അടിപൊളിയാണ് കേട്ടോ, പൊളി സാധനം. ബീഫ് കിട്ടുവാണ്, അതായത് സിമ്പിളായിട്ട് ഞാൻ കാണിച്ചിരുന്നല്ല, മറ്റേ പേടിച്ച് പരത്തിയെടുക്കുക, സ്ലോ കുക്ക് ചെയ്ത് നല്ല സെറ്റായിട്ടുണ്ട്. എനിക്കിവിടെ ഇഷ്ടപ്പെട്ട കാര്യം ഇവിടുത്തെ ഇറച്ചിയാണ്. റൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും കിട്ടുന്ന പോലെ ഒരു ഫീൽ എനിക്ക് കിട്ടിയുള്ളൂ, പക്ഷേ മീറ്റ് കൊള്ളാം. ഇവിടെ വേറൊരു രസം ഞാൻ കണ്ടിട്ടെ, ഇവിടെ ബീഫ് മന്തി മേടിക്കുന്ന ലാഭമായിട്ട് എനിക്ക് തോന്നുന്നത്. അൽ ഫസ്ലോഫും ബീഫ് മന്തിക്കും ഒരേ റേറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബീഫ് മേടിച്ചാൽ പോലെ, ചിക്കൻ്റെ എല്ലാം ഉണ്ടാവില്ല. എനിക്കങ്ങനെ തോന്നിയേട്ടാ, അല്ലേ? പിന്നെ നിങ്ങൾ വിചാരിക്കണം ഒതൻറ്റിക് യമനി മന്തി എന്തുകൊണ്ട് കഴിച്ചില്ല. എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. സാധാരണ ചിക്കൻ മന്തി ഞാൻ ഒരിക്കലും കഴിക്കാത്തൊരു സാധനമാണ്. നീ അങ്ങനെ കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ.
എനിക്ക് ഫ്ലേവർ മറ്റേ ബ്ലാൻഡ് ആയിട്ടുള്ള ടൈപ്പ് ടേസ്റ്റ് മന്തികളൊന്നും ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല. എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല, ഇവളുടെയും അല്ല. പണ്ട് മന്തി ഇറങ്ങിയപ്പോഴേക്കും എനിക്ക് വലിയ സ്പെഷ്യലായിട്ട് തോന്നില്ല. പക്ഷേ അറേബ്യൻ പാലസിൽ നിന്ന് ആ കുരുമുളകിട്ട സ്പൈസി മന്തി കഴിച്ചപ്പോഴും മന്തിയോട് ഇഷ്ടം തോന്നുന്നുണ്ട്. എനിക്ക് അതുപോലെ തന്നെ എന്താണ് മെഹറബിന്ന് മറ്റേ മട്ടൻ ഇത് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇപ്പം അതെ ഇവിടുത്തെ അൽഫസ്ലോഫ് ഇഷ്ടപ്പെട്ടു, ഈ ബീഫ് ഇറച്ചി ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ടിക്കാനും കബാബും മീൻ എനിക്ക് അതും ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ മട്ടൻ ഞങ്ങൾക്ക് ഫ്ലേവർ വേണം, ഈ എന്തെങ്കിലും ഫ്ലേവർ വേണം. വെറുതെ പുഴുങ്ങിയ ചിക്കൻ കഴിക്കാൻ താല്പര്യമില്ല. ഒരു പേര് പറയാൻ പറ്റുമോ? ഈ ഹോട്ട്സ്പോട്ട് കലൂര് ഹോട്ട്സ്പോട്ട് നമ്മുടെ ഒട്ടകം എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അവിടുത്തെ ഞങ്ങൾക്ക് മട്ടനും ബീഫും ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ റൈസ് വേറെ ലെവല്. പിന്നെ മറന്നുപോയൊരു സാധനമുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം, ഞാൻ ഏറ്റവും കിടിലനായിട്ട് പ്രഖ്യാപിച്ച സാധനം, പെരുമ്പാവൂര് ഖുറേഷി മന്തി. എൻ്റെ മോനെ അത് വേറെ സീൻ സാധനമായിരുന്നു. അതാണ് വേറെ ലെവല് സാധനം. അത് ബിരിയാണി അരിയുടെ കൂടെ മറ്റേ മന്തിയുടെ ഇറച്ചി കഴിഞ്ഞ അവസ്ഥയാണ്. ഇവിടുത്തെ മറ്റേ ഖുറേഷിയിലെ പോലെ വേറെ സാധനം. അവിടെ കട്ട ചമ്മന്തി ആയിരുന്നെങ്കിൽ ഇത് കുറച്ച് ലൂസായിട്ടുള്ള പുളിഞ്ചാൻ പോലെ ഒരു സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പുളിഞ്ചാൻ പോലെ അതല്ലേ, പുളിഞ്ചാൻ പോലെയൊക്കെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. മയണൈസ് തൊട്ടിട്ടില്ല. അത് നീ എടുത്താ, ഞാൻ എടുത്ത പോലുമില്ല. ഇറച്ചി എന്തൊക്കെ ഉണ്ടോ, സ്റ്റാൻഡായിട്ട് ഫൈബറായിട്ട് എടുക്കാം. അസലായിട്ട് വെന്തിട്ടുണ്ട്, നല്ല രീതിയിൽ സ്ലോ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ ഹാഫ് കൂടി പാർസൽ മേടിച്ചിട്ടുണ്ട് അമ്മയ്ക്കും മോനുവിനായിട്ട്. അപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞു. ബാക്കി ഉണ്ടായിരുന്ന എല്ലാം പാർസൽ എടുത്തിട്ടുണ്ട് കേട്ടോ. റൈസ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, സാലഡും മയണൈസൊക്കെ പാർസൽ എടുത്ത്. മയണൈസ് ഞാൻ ഇപ്പോൾ കഴിക്കാറില്ല. പിന്നെ എന്തുകൊണ്ട് പാർസൽ എടുക്കുന്നതല്ലേ ചോദിക്കാൻ പോണത്, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രമാണ്. അമ്മ മയണൈസ് വാരി കുടിക്കും. അമ്മ ബ്രെഡിൽ പെട്ടും, അമ്മ ലെസ് കുടിക്കും പോലെ മയണൈസ് എടുത്ത് കുടിക്കും. ഇപ്പോൾ നമ്മൾ പാർസൽ കിട്ടി. സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഇറച്ചി അടിപൊളി, മന്തി റൈസ്, നോർമൽ റൈസ്. അത്ര അപ്പോൾ ഞങ്ങൾ പോട്ടെ, മഴ പെയ്യുകയാണ്. കാർ എടുത്തിട്ട്